ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ. കേസ് തോറ്റത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചയാണ്. സർക്കാർ കോടതിയിൽ പോയത് തോൽക്കാൻ വേണ്ടി. സർക്കാരിനെതിരായ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ പറഞ്ഞു. ഒരിക്കലും പൊറുക്കാനാകില്ല ഈ വീഴ്ച. എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അനുകൂലമാകുന്ന ഒരുപാട് വാദങ്ങളുണ്ടായിരുന്നു. അതൊന്നും മനഃപൂർവ്വം ഉന്നയിച്ചില്ല. കേസ് തോൽക്കാനുള്ള വാദങ്ങൾ മാത്രമാണ് സർക്കാർ കോടതിയിൽ നിരത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇല്ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള രാജമാണിക്യം റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ റെഫർ ചെയ്തിട്ടില്ല. ഈ സർക്കാർ രാജമാണിക്യത്തെ പിന്നെ ഒതുക്കി, കാരണം അവരുടെ രീതിയിലല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതൊന്നും പക്ഷേ ഇവിടെ വരുന്നില്ല. ഇവിടെ വരേണ്ട വിഷയമായിരുന്നു, മനസ്സിലായി. അതായത് ഇല്ലീഗലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്, എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറൊരു രസമായ കാര്യം, കോൺട്രഡിക്ടറി ആയിട്ട് പരസ്പര വിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് മലയാളം മലയാളം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ പാവപ്പെട്ട ബ്രിട്ടീഷുകാർ ജീവിക്കാൻ വേണ്ടി വസ്തു പാട്ടത്തിനെടുത്ത് അങ്ങനെയാണ് പാട്ടം വരുന്നതെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ, പക്ഷേ ഈ ഹാരിസൺ ക്രോസ്ഫീൽഡിൽ നിന്ന് ഇത് കൈവശപ്പെടുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധിക്കും? അതായത് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് പാട്ടം എടുത്തതിൽ അങ്ങനെ അവകാശം വരുന്നത്. അത് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പം ഹാരിസൻ്റെ ഭൂമിക്ക് ഹാരിസൻ്റെ പോലും അവകാശമില്ല. അപ്പോൾ അവരെങ്ങനെ അത് അങ്ങനെ ഒരു ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് പരസ്പര വിരുദ്ധമായ കാര്യം പറയുകയാണ്. ഈ ടോട്ടലി ഇല്ലീഗലാണ്, ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ആണ്, ഇതെല്ലാം ഫോഴ്സ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ കേസ് തോക്കാൻ വേണ്ടി വാദിച്ചാൽ ജയിക്കാൻ പറ്റിയ വിഷയങ്ങൾ മാറ്റിവെച്ചു. തോക്കാൻ പറ്റിയ വിഷയം തെരഞ്ഞു പിടിച്ചെടുത്താണ് ഈ കേരള സർക്കാർ പോയത്. തോക്കാൻ വേണ്ടി കൊടുത്ത കേസ് തോറ്റു. അവർക്കിപ്പോൾ സന്തോഷമായി. വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന വിധിയാണിത്. സർക്കാരിന്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരണമെന്നും SJR കുമാർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ തെക്കുമുതൽ വടക്കേ അറ്റം വരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയിലാണ് ഇതുപോലെ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ സൊല്യൂഷൻ വേണം. ഒരെണ്ണത്തിലൊരു തെറ്റായ വിധി വന്നാൽ അത് വെച്ചിട്ട് മറ്റുള്ളവർ ഇത് കൈവശപ്പെടുത്തും. അതുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം. അവിടെ ഭൂമി ആരുടെ എന്നുള്ളതല്ല, ഇല്ലീഗലായിട്ട് ഞാൻ പറഞ്ഞത് ഈ കമ്പനീസാണ്, ഇതല്ലാതെ വ്യക്തികളൊന്നും അല്ലല്ലോ. അത് ഭീമമായ തുക ഈടാക്കി ഇത് ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മളെ നാമാവശേഷമാക്കി, അവസാനം അവർ ബാക്കിയുള്ള ഭൂമി കൈവശപ്പെടുത്തി, എന്നിട്ട് നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ നമ്മളെ തന്നെ ഇളിഭ്യരാക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ മനുഷ്യരിലേക്ക് ഇതെത്തണം. അത് ജനം ടിവിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ നിർത്താതെ അടിക്കടി വിഷയം എടുത്ത് താഴെത്തട്ടിലുള്ള ഓരോ ആൾക്കാരുടെ മുന്നിലേക്ക് ഇത് എത്തിക്കണം. ഈ സർക്കാർ എന്താണ് ചെയ്തത്, യഥാർത്ഥത്തിൽ എന്താണ് വിഷയം, ഇത് സാധാരണക്കാരിലേക്ക് അറിയാവുന്ന ഭാഷയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അത് മാത്രമേ ഈ സർക്കാരിനെ കീഴടക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എരുമേലി വിമാനത്താവളത്തിനായി അനുയോജ്യമായ മറ്റു സ്ഥലങ്ങളുണ്ടെന്നും ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, കൊച്ചി.